നിങ്ങളുടെ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഒട്ടും തൂക്കം കൂടുന്നില്ലേ എങ്കിൽ ചോറിനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ കുഞ്ഞിന്റെ തൂക്കം വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ വീട്ടിലെ ഈ ഒരു ഭക്ഷണ സാധനം മതി. കുഞ്ഞിന്റെ കവിളും കൈകാലുകളും വണ്ണം വയ്ക്കാൻ ഇത് എങ്ങനെ നൽകണമെന്ന് അറിയണ്ടേ? ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ തൂക്കം ഇരട്ടിയാക്കാൻ അവിൽ എങ്ങനെ നൽകണം എന്നതാണ്. കുഞ്ഞിൻ്റെ തൂക്കം കൂടാൻ എപ്പോഴും നമ്മൾ വിദേശത്തു നിന്ന് വരുന്ന പഴങ്ങളോ വില കൂടിയ ഉൽപ്പന്നങ്ങളോ തന്നെ വാങ്ങണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകാറുള്ള അവിൽ ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ തൂക്കം എങ്ങനെ പെട്ടെന്ന് വർദ്ധിപ്പിക്കാം എന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പല അമ്മമാരും എന്നോട് ചോദിക്കാറുണ്ട്, സിസ്റ്ററെ, കുഞ്ഞിന് ചോറ് കൊടുക്കുന്നുണ്ട് പക്ഷെ തടി വയ്ക്കുന്നില്ല എന്ന്. ചോറ് കൊടുക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ഗുണം ചില പ്രത്യേക രീതിയിൽ അവിൽ നൽകിയാൽ ലഭിക്കും. ഒരു നേഴ്സ് എന്ന നിലയിൽ ഇതിൻ്റെ പിന്നിലെ സയൻസും കുഞ്ഞിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇത് എങ്ങനെ തയ്യാറാക്കണം എന്നും ഇന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ആദ്യമായി അവിലിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എന്തുകൊണ്ടാണ് അവിൽ തൂക്കം കൂട്ടാൻ ഇത്രയധികം സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഈസി ഡൈജഷൻ, അതായത് ലളിതമായ ദഹനമാണ്. മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് അവിൽ വറുത്തത് പ്രീ കുക്ക്ഡ് ആണ്. ഇത് കുഞ്ഞുങ്ങളുടെ വയറിന് ഒട്ടും ഭാരമാകില്ല. ദഹനപ്രശ്നമുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല ആഹാരമാണിത്. രണ്ടാമതായി ഹൈ കലോറി, ഉയർന്ന കലോറിയാണ്. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഊർജവും തൂക്കവും നൽകാൻ ഇതിലെ അന്നജം സഹായിക്കുന്നു. കുഞ്ഞു ആക്റ്റീവായി ഇരിക്കാനും ഇത് സഹായിക്കും. അടുത്തതായി ഇതിൽ റിച്ച് ഇൻ അയൺ, അതായത് അയൺ കണ്ടന്റ് ഇതിൽ കൂടുതലാണ്. പ്രത്യേകിച്ച് ചുവന്ന അവിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ രക്തം വർദ്ധിപ്പിക്കാൻ ഇത് ഏറെ സഹായിക്കും. വിളർച്ചയുള്ള കുട്ടികൾക്ക് ഇത് ഒരു ഉത്തമ ഔഷധമാണ്. അടുത്തതായി കോൺസ്റ്റിപ്പേഷൻ തടയുന്നു, അതായത് മലബന്ധം തടയുന്നു. ഇത് പെട്ടെന്ന് ദഹിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളിൽ സാധാരണ കാണുന്ന മലബന്ധം ഒഴിവാക്കാനും വയർ എപ്പോഴും ക്ലീനായി ഇരിക്കാനും സഹായിക്കുന്നു. ഇത് കൊടുക്കുമ്പോൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തതായി പറയുന്നത്. അവിൽ കുഞ്ഞിന് നൽകുമ്പോൾ ഈ 5 കാര്യങ്ങൾ നിർബന്ധമായും അമ്മമാർ ശ്രദ്ധിച്ചിരിക്കണം. അവിൽ ഉണ്ടാക്കുന്ന രീതി അനുസരിച്ച് അതിൽ ഉമിയോ പൊടിപടലങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2-3 തവണ നന്നായി കഴുകി വൃത്തിയാക്കണം. കുഞ്ഞുങ്ങൾക്ക് ഇത് നൽകുമ്പോൾ അവിൽ ഒട്ടും കടുപ്പമുള്ളതാകരുത്. ഇത് 15 മിനിറ്റ് എങ്കിലും കുതിർത്ത് മൃദുവായ ശേഷം മാത്രമേ ഉടച്ചു നൽകാവൂ. വെളുത്ത അവിലിനേക്കാൾ പോഷക ഗുണം ചുവന്ന അവിലിനാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കായി എപ്പോഴും ചുവന്ന അവിൽ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വെളുത്ത പഞ്ചസാര ഒഴിവാക്കി ശർക്കര പാനി ഉപയോഗിക്കുക. ഒരിക്കൽ തയ്യാറാക്കിയ അവിൽ കുറുക്ക് പിന്നീട് ചൂടാക്കി നൽകരുത്. എപ്പോഴും ഫ്രഷായി തന്നെ നൽകുക. തൂക്കം കൂട്ടാനുള്ള മാന്ത്രിക റെസിപ്പിയാണ് ഇനി പറയുന്നത്. ഇത് എങ്ങനെയാണ് ഏറ്റവും ഗുണകരമായ രീതിയിൽ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. 1/2 കപ്പ് ചുവന്ന അവിലെടുത്ത് നന്നായി കഴുകി 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. കുതിർന്ന അവിൽ മിക്സിയിലിട്ട് അല്പം ചൂടാറ്റിയ വെള്ളം ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ചെറിയ തീയിൽ വെച്ച് അല്പം വെള്ളം കൂടി ചേർത്ത് പതുക്കെ കുറുക്കിയെടുക്കുക. ഇതിലേക്ക് മധുരത്തിന് അല്പം ശർക്കര പാനിയും പിന്നെ 1 സ്പൂൺ ശുദ്ധമായ നെയ്യും കൂടി ചേർക്കുക. കൂടുതൽ രുചിക്കും തൂക്കത്തിനും വേണ്ടി ഇതിലേക്ക് അല്പം തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നല്ല ക്രീം പരുവത്തിലാക്കി ചെറു ചൂടോടെ കുഞ്ഞിന് നൽകാം. രാത്രിയിലെ ആഹാരമായോ വൈകുന്നേരത്തെ സ്നാക്സ് ആയോ ഇത് നൽകി നോക്കൂ. ചോറ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് അവിൽ ഒരു നല്ല ഭക്ഷണമാണ്. ഇത് കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ഉറക്കവും മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. വയർ നിറഞ്ഞാൽ കുഞ്ഞുങ്ങൾ നന്നായി ഉറങ്ങും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രയോജനപ്പെട്ടെങ്കിൽ ഇത് മറ്റ് അമ്മമാർക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാം. തെറ്റുകുറ്റങ്ങളുണ്ടാകാം. എൻ്റെ പരിമിതമായ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.
അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.